ശസ്ത്രക്രിയയോടുള്ള ഭയത്തെ തുടർന്ന് താലൂക്ക് ആശുപത്രിയുടെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്ത് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ട വയോധികനെ ഒടുവിൽ ചോര വാർന്ന നിലയിൽ കണ്ടെത്തി. പനച്ചുമൂട് സ്വദേശിയായ 68-കാരനെയാണ് ആശുപത്രിയിൽ നിന്നും 2 കിലോമീറ്ററോളം അകലെയുള്ള കുറുങ്കുട്ടിയിലെ ഒരു വീടിന്റെ മുകളിൽ അബോധാവസ്ഥയ്ക്ക് സമാനമായ രീതിയിൽ കണ്ടെത്തിയത്. പൈൽസ് സംബന്ധമായ ശസ്ത്രക്രിയയ്ക്കായി കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇദ്ദേഹത്തെ പാറശാല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിങ്കളാഴ്ച രാവിലെ ഓപ്പറേഷൻ നടത്താനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള കടുത്ത ഭയം കാരണം ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെ ഇയാൾ ആശുപത്രിയിലെ ജനൽ ചില്ലുകൾ ചവിട്ടിത്തെറിപ്പിച്ച് പുറത്തേക്ക് ചാടുകയായിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ ഭീകര ശബ്ദം കേട്ട് ഉണർന്നെങ്കിലും ഇരുട്ടിന്റെ മറവിൽ ഇയാൾ അപ്പോഴേക്കും അപ്രത്യക്ഷനായിരുന്നു. ആശുപത്രി അധികൃതർ ഉടൻ തന്നെ പാറശാല പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഞായറാഴ്ച പകൽ സമീപത്തെ ഒരു ക്ഷേത്ര പരിസരത്ത് രക്തക്കറകൾ കണ്ടെത്തിയത് വൻ ആശങ്കയ്ക്കും കാരണമായി. ജനൽ ചില്ല് തകർക്കുന്നതിനിടെ ഇയാളുടെ ശരീരത്തിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. തിങ്കളാഴ്ച രാവിലെ കുറുങ്കുട്ടി ഭാഗത്തെ ഒരു വീടിന്റെ ടെറസിലേക്കുള്ള പടികളിൽ സൂക്ഷിച്ചിരുന്ന വിറകു കഷ്ണങ്ങൾ അലങ്കോലമായി കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ വീട്ടുകാരാണ് മുകളിൽ പരിശോധന നടത്തിയത്. ഈ സമയത്താണ് ചോര വാർന്ന് അതീവ ക്ഷീണിതനായ നിലയിൽ മാത്യുവിനെ ടെറസിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ വിവരമറിഞ്ഞ് പാറശാല പോലീസ് സ്ഥലത്തെത്തുകയും ഇയാളെ സുരക്ഷിതമായി സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. ഇയാൾക്ക് ആവശ്യമായ തുടർ ചികിത്സയും പരിചരണവും ഉറപ്പാക്കാനുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. വിസ്മയ ന്യൂസ്, പാറശാല.